ഭൂരിഭാഗം പേരും ദിവസവും രാവിലെ സമയത്താണ് ഈ പ്രോഗ്രാം കാണുന്നത്. അതും പ്രത്യേകിച്ച് കാലം മാറി ടി വിയിലൊക്കെ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞു. കൂടുതൽ പേരും മൊബൈലിൽ കാണുന്ന ഒരു സമയമാണ്. മൊബൈൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നന്മയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. മൊബൈൽ വന്ന ശേഷം എന്തെല്ലാം പുരോഗതി നമുക്കുണ്ടായി. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മൊബൈൽ ഒരു അനുഗ്രഹമാണ്. ഇതുപോലെ തന്നെ മൊബൈൽ നമുക്കൊരു ദോഷമാകാം, മരണമാകാം, അനർത്ഥമാകാം, നാശമാകാം. മൊബൈൽ ഒരു തെറ്റല്ല. മൊബൈലിനോടുള്ള സമീപനം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് പ്രശ്നങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ റെയിൽവേ ട്രാക്കിൽ കൂടി നടന്നു പോയ ഒരു 20 വയസ്സുകാരൻ ട്രെയിൻ ഇടിച്ചു മരിച്ചു. അവൻ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് മൊബൈൽ നോക്കി പോവുകയായിരുന്നു. പുറകെ വരുന്ന ട്രെയിൻ വരുന്ന അവൻ അറിഞ്ഞില്ല. അവൻ്റെ മാതാപിതാക്കൾ എത്ര സങ്കടത്തിലാണ്. 20 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുക ചെറിയ കാര്യമാണ്. ദാരുണമായ ഒരു ദുഃഖം, അന്ത്യം ഒക്കെ ആ കുടുംബത്തിൽ വന്നതിൽ നമുക്ക് വളരെയധികം വിഷമിക്കണം, പ്രാർത്ഥിക്കണം. പുതിയ തലമുറ മൊബൈൽ നന്നായിട്ട് ഉപയോഗിക്കാൻ, സത്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ, നല്ല ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് അവരെ പരിശീലിപ്പിക്കണം. മാത്രമല്ല, മാതാപിതാക്കളോട് പറയാനുള്ളത്, പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി മൊബൈൽ കയ്യിലോട്ട് കൊടുക്കരുത്. അങ്ങനെ അവർക്ക് അതൊരു അഡിക്ഷനായിട്ട് മാറും. മദ്യവും മയക്കുമരുന്ന് പോലെ തന്നെ ഒരു അഡിക്ഷനാണ് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് എല്ലാവരും തന്നെ സ്വതന്ത്രമാകണം. നമുക്കെല്ലാവർക്കും പലതിനകത്തും ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ അഡിക്ഷനുണ്ട്. അതായത് ആത്മീയ കാര്യങ്ങൾ പോലും അനാവശ്യമായ നോട്ടം. ചിലർ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. അതും തെറ്റായ കാര്യമാണ്. നമ്മുടെ വായനയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ എല്ലാം ബാധിച്ചില്ലേ? ഇപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്. എന്നാൽ മുഴുവൻ കേൾക്കുമോ? ഇല്ല, പാതി കേൾക്കും. അതുകൊണ്ട് പ്രയോജനമില്ല. തെറ്റായിട്ട് കേൾക്കും, ശരിയായിട്ട് കേൾക്കുന്നില്ല. അതിനൊരു സമയം വെക്കണം. ബാക്കി സമയം കഴിഞ്ഞ നാളുകളിലെ പോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാനും, വീട്ടിലെ ജോലികളൊന്നും പലതും നടക്കുന്നില്ല. അടുത്ത തലമുറകൾ ഒരു ജോലിയും വീട്ടിൽ ചെയ്യുന്നില്ല. കാരണം മൊബൈലാണ് കാരണം. എന്ത് പറഞ്ഞാലും ചെയ്യാമെന്ന് പറയും, ചെയ്യില്ല. ചിലർ അതിൻ്റെ പേരിലുള്ള വഴക്കാണ്. ജോലിയൊന്നും ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല. അവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്തോട്ട് പെട്ടുപോയാൽ പിന്നെ വേറൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള, അതുമല്ല ഇത് കണ്ടു കഴിയുമ്പോൾ വേറൊരു ബോധത്തിലാണ്. അതുകൊണ്ട് അവർക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ അതിൽ നിന്ന് വിടുവിക്കാൻ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ മൊബൈൽ നന്നായിട്ട് ഉപയോഗിക്കുവാൻ ഇത് കേൾക്കുന്ന എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് കൃപ തരണേ. യേശുവിൻ്റെ നാമത്തിൽ മൊബൈൽ നന്മയായി മാറട്ടെ, അനുഗ്രഹമാകട്ടെ. വിദ്യാഭ്യാസത്തിനും ആത്മീക ജീവിതത്തിനും ജീവിതത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിനും എല്ലാം മൊബൈൽ അനുഗ്രഹമാകട്ടെ. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ മൊബൈൽ ഒരു അനുഗ്രഹമാകട്ടെ. എന്നാൽ തെറ്റായ യാതൊരു ഉപയോഗവും ഇന്നു മുതൽ ഈ ഡിവൈസ് മുഖാന്തരം ഉണ്ടാകരുത്. കർത്താവിൻ്റെ കരം എല്ലാവരോടും കൂടിയിരിക്കണം. ഒരനർത്ഥമോ ഒരപകടമോ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഏകാഗ്രതയോടെ കഴിഞ്ഞ കാലങ്ങളെ പോലെ വണ്ടി ഓടിക്കുവാൻ എല്ലാവർക്കും കൃപയുണ്ടാകണം. അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം ചെയ്തവനെ ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ പാടും
അതിശയം ചെയ്തവനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ചരിത്രമുള്ള ബൈബിളിലെ എല്ലാവർക്കും ഓർമ്മിക്കാൻ എപ്പോഴും ആവേശം കൊണ്ടുവരുന്ന ഒരു അധ്യായമാണ് 11-ാം അധ്യായം. 10-ാം അധ്യായം എന്ന് പറഞ്ഞാൽ യേശു പരീശന്മാരുമായിട്ടും യഹൂദന്മാരുമായിട്ടൊക്കെയുള്ള സംസാരത്തിൽ യേശു നേരിടുന്ന അനേക വിമർശനങ്ങളും അതുപോലുള്ള നിന്ദകളും ഒക്കെയാണ് കാണുന്നത്. എന്നാൽ 11-ാം അധ്യായം അസാധാരണമായ ഒരു അനുഗ്രഹത്തിൻ്റെ അധ്യായമാണ്. 11-ാം അധ്യായത്തിൽ പറയുന്ന യഹൂദന്മാർ നിന്നെ കല്ലെറിയാനായിട്ട് നിൽക്കുന്നു, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? അതെ, കല്ലെറിയാൻ നിൽക്കുന്ന ഇടത്ത് ചെന്ന് കല്ലുരുട്ടി മാറ്റുക എന്ന് പറഞ്ഞ് കല്ലിച്ച ഹൃദയമുള്ളവരുടെ കണ്ണിൻ്റെ മുൻപിൽ പാറ പോലെ ഉറച്ച യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ വലിയ പണി നടക്കുന്നതാണ് ജനത്തിൻ്റെ നടുവിൽ കാണുന്നത്. അതായത് വിശ്വാസത്തെ അവരുടെ അകത്ത് അടിത്തറയിട്ട് പാകുകയാണ്. അങ്ങനെ ലാസറിനെ ഉയർപ്പിക്കുന്ന ചരിത്രമാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. തുടക്കം ഇങ്ങനെയാണ്. 11-ാം അധ്യായം മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യ. ബേഥാന്യയില് ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടക്കുന്നു. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമം. ഈ ഗ്രാമം എങ്ങനെ മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായി? അതിൻ്റെ കാരണം മാർത്തയും മറിയയും സാക്ഷാൽ ദൈവപുത്രനായ യേശു കർത്താവിനെ ക്രിസ്തുവെന്ന് അംഗീകരിച്ച് അവരുടെ വീട്ടിൽ കൈക്കൊണ്ടു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെ കൈക്കൊള്ളുന്നവർ അനുഗ്രഹീതരെന്ന് യേശു പറഞ്ഞു. എൻ്റെ നാമത്തിൽ വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം. സാക്ഷാൽ യേശുവിനെ വീട്ടിൽ കൈക്കൊള്ളാൻ കിട്ടിയ ഭാഗ്യം. ആ കൊച്ചു വീട്ടിനകത്ത് യേശു മിക്കവാറും കടന്നു വരുമായിരുന്നു. അങ്ങനെ യേശുവിനെ സ്വീകരിക്കാൻ തുറന്നിട്ട വീട്, ആ വീടിൻ്റെ പേരിൽ ആ ഗ്രാമം അറിയുകയാണ്. ബെഥാന്യ എന്ന ഗ്രാമം ഇപ്പോൾ ആരുടെ ഗ്രാമമാണ്? മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായി മാറി. മാർത്ത ചേച്ചിയാണ്,
മറിയ അനിയത്തിയാണ്. എന്നിട്ട് അവിടെ പറയുന്നത് മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമം. അപ്പോൾ അതിനകത്തും രണ്ടുപേരിൽ മറിയ മുന്നിൽ വന്നു. എങ്ങനെയാണ്? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. യേശുവിൻ്റെ പാദപീഠത്തിലിരുന്നു. യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നത് കൊണ്ട് അവൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. ഒന്നാമനായ പത്രോസ് എന്ന അപ്പോസ്തലന്മാരിൽ പറയുന്നത് പോലെ ഇതാ മറിയ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. ഈ ഗ്രാമം അറിയപ്പെടുന്നത് മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമാണ്. ഓരോ വാക്യങ്ങളിലും ധ്യാനിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവ് മുൻതൂക്കം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളും മുൻതൂക്കം കൊടുത്ത് ഒന്നാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ മാന്യതയ്ക്കും ഒന്നാം സ്ഥാനമുണ്ടാകും. യാക്കോബ് യേശാവിനേക്കാൾ മുൻപിൽ വന്നതുപോലെ പേരസ് തൻ്റെ സഹോദരനേക്കാൾ മുന്നിൽ കുതിച്ചു വന്നതുപോലെ ഇവിടെ ഇതാ മറിയ ആ വീട്ടിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് എന്താഗ്രഹിക്കുന്നുവോ ആ കാര്യത്തിൽ നാം കൂടുതൽ താല്പര്യം കാണിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനത്തിൻ്റെ രഹസ്യം. അല്ലെങ്കിൽ നമ്മെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് കർത്താവ് ഒന്നാമത് എന്താ കാണുന്നത്, അതിന് നമ്മളും ഒന്നാം സ്ഥാനം കൊടുക്കണം. തന്നോടുകൂടെ ഇരിക്കാനും, അതാണ് മർക്കോസ് 3:13 പറയുന്നത്. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി ഉപദേശിക്കുന്നതിന് മുമ്പ് 12 പേരെ യേശു തിരഞ്ഞെടുത്തത് നമ്മൾ വായിക്കുന്നു. അതാണ് മർക്കോസ് 3:13 തൊട്ട് വായിക്കുമ്പോൾ തനിക്കിഷ്ടമുള്ളവരെ, തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്നു. തന്നോടുകൂടെ ഇരിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. തന്നോടുകൂടെ ഇരിക്കാൻ. മറിയയുടെ വിജയരഹസ്യം കർത്താവിൻ്റെ കൂടെ ഇരുന്നു എന്നുള്ളതാണ്. മോശയെ ദൈവം 80-ാമത്തെ വയസ്സിൽ വിളിച്ചപ്പോൾ മോശയോട് ദൈവം പറയും, ഇവിടെ കയറി വാ. വെളിപ്പാട് പുസ്തകത്തിലും പറയുന്ന വാക്ക് ഇവിടെ കയറി വാ. രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് എഫേസ്യ ലേഖനം 2:6 പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. കേട്ടിരിക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, എന്നാൽ ഇരിക്കാൻ മിക്കവാറും സാഹചര്യങ്ങളും പിശാചു അനുവദിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഇതൊരു വലിയ ഉത്തരവാദിത്തത്തെക്കാൾ ഉപരി ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എനിക്കിതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുന്ന എത്ര പോയിൻ്റ് ഉണ്ട്, ചാർജ് എത്രയുണ്ടെന്നാണ്. ഇതിനകത്ത് 77 ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറഞ്ഞു ഒരു 30 താഴോട്ട് പോയാൽ പിന്നെ നമുക്ക് ഒരു ദൂരയാത്രയുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് ഈ മൊബൈലിനെ ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള, കൂടെ ഇരിക്കുക. ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 230-240 വോൾട്ടേജിൽ അതിനെ നിർമ്മിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ സിസ്റ്റം ഒത്തിരി വ്യത്യാസമാണ് ചില രാജ്യങ്ങളിൽ. എന്നാൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ആണ് എല്ലാ പുതിയ ഉപകരണങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഉപകരണങ്ങൾക്കൊന്നും ഇലക്ട്രിസിറ്റി കൂടാതെ പ്രവർത്തിക്കാൻ കഴിവില്ല. ഇതുപോലെ തന്നെ ദൈവത്തോട് ചേർന്നിരിക്കാതെ നമുക്ക് ജീവൻ പ്രാപിക്കാൻ വേറെ മാർഗമില്ല. ബലപ്പെടാൻ, സന്തോഷിപ്പാൻ. പലരും സന്തോഷത്തിന് വേണ്ടി വേറെ എളുപ്പമാർഗങ്ങൾ കണ്ടെത്തുക. എന്നാൽ കർത്താവിലാണ് നമ്മുടെ ബലം,
കർത്താവിലാണ് നമ്മുടെ സന്തോഷം. നെഹമ്യാവ് 8:10 പറയുന്നു, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് രാപ്പകൽ ധ്യാനിച്ച് സന്തോഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ തൊടുന്നതെല്ലാം സാധിക്കുമെന്ന്. വിജയകരമായ ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. ഇതാ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യ. ബേഥാന്യയിൽ എത്രയോ സമ്പന്നരുണ്ട്, ബേഥാന്യയിൽ എത്രയോ ജ്ഞാനികളുണ്ട്, ബേഥാന്യയിൽ എത്രയോ പരീശന്മാരുണ്ട്. ഒത്തിരി പേരൊക്കെ ഉള്ള സ്ഥലമാണ്, പേരുകേട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ ബൈബിൾ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. 2 പേരെക്കുറിച്ച്, മറിയയുടെയും അവളുടെ സഹോദരി. അപ്പം മറിയ കർത്താവിൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് അവളുടെ സഹോദരിക്കും ഒരു പേരായി. അതുകൊണ്ട് യേശു കൂടെ കൂടെ ആ വീട്ടിൽ വരും. കാരണം മറിയ പ്രാപിക്കുന്നുണ്ടെന്ന് കർത്താവിന് മനസ്സിലായി. ഓരോ ദിവസം ചെല്ലുന്തോറും മറിയയിൽ വരുന്ന മാറ്റം. മാർത്തയിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ആ പഴയ ദേഷ്യവും ആ പഴയ ടെൻഷനും അസ്വസ്ഥതയും മനംകലങ്ങലും, ജീവിതത്തിൽ മാറ്റങ്ങളൊന്നുമില്ല മാർത്തയ്ക്ക്. എങ്കിലും മാർത്തയില്ലാതെ കാര്യം നടക്കില്ല. ഒരു ചായ കിട്ടണമെങ്കിൽ, ഒരു നല്ല ഊണ് കഴിക്കണമെങ്കിൽ, നല്ലൊരു മീൻകറി കഴിക്കണമെങ്കിൽ മാർത്തമാർ വേണം. എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ട് യേശു പറയുന്നത് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ഏറ്റവും നല്ലത് കൂടെയിരിക്കുന്നതാണ്. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. അടുത്ത വാക്യം, ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമളം തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നു. 2-ാമത്തെ വാക്യത്തിലും മറിയെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഈ മാർത്തയായിരുന്നു യേശുവിന് നല്ല സാമ്പാർ ഉണ്ടാക്കി കൊടുത്തതെന്ന് അവിടെ എഴുതിയിട്ടില്ല. അതിനെല്ലാം 2-ാം സ്ഥാനമേ ഉള്ളൂ. ഭൗതിക കാര്യങ്ങൾക്ക് 2-ാം സ്ഥാനമേ ഉള്ളൂ. ആത്മീകമായി ദൈവ വിഷയം സംബന്ധമായി സമ്പന്നരാകുക, അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ആത്മീകമായ ജീവിതത്തിൽ കൂടുതൽ ബലപ്പെടുക. ഇന്നും പല വീടുകളിൽ ചെന്ന, ഇപ്പോൾ ഒരു ദൈവദാസൻ എന്ന നിലയിൽ വീട് വിസിറ്റിങ്ങിന് ചെന്നാൽ കുറേ കഥകൾ അവരിങ്ങോട്ട് പറയും. നമുക്കൊരു ദൈവവചനം പറയാനുള്ളൊരു ഓപ്പണിങ് അവിടെ കിട്ടാറില്ല. കഴിക്കാനുള്ള ഭക്ഷണം എന്ത് വേണമെങ്കിലും കഴിക്കാനും കിട്ടും. എന്നാൽ ആ കൂടിവരവ് കൊണ്ട് ആത്മീക വർധനവില്ല. ദൈവദാസന്മാരുടെ വീട് വിസിറ്റിങ്ങിലൂടെ ആത്മീക വർധനവില്ലെങ്കിൽ, കഴിഞ്ഞ ആഴ്ച എന്താ വരാഞ്ഞ്, ആരോഗ്യ പ്രശ്നം എങ്ങനെയുണ്ട്, പിള്ളേരുടെ പഠിത്തം എങ്ങനെ, ഇത് മാത്രം മതിയോ? ഒരുമിച്ചിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാനും ദൈവവചനം കേൾക്കാനും പല വീടുകളിലും താല്പര്യമില്ല. ചില വീടുകളിൽ ചെന്നാൽ കുറേ നേരം ഇരിക്കാൻ തോന്നും. എന്താ, ആ വീടുകളിൽ അവർ സംസാരിക്കുന്നത് പാസ്റ്റർ വരുമ്പോൾ ഒന്ന് ചോദിക്കാനായിട്ട് ഇരിക്കാനെന്ന് പറഞ്ഞ് 2-3 ചോദ്യങ്ങൾ അവർ എഴുതി വെച്ച് ബൈബിളിൽ വെച്ചിട്ടുണ്ട്. ബൈബിളിൽ ഏതെങ്കിലും ഒരു ലാസ്റ്റ് ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് എഴുതി ഒരു പേപ്പറിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നയാളിങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ, അത് നമുക്ക് പറ്റിയതാണോ? ഇന്ന കാര്യത്തെക്കുറിച്ച് പാസ്റ്ററിൻ്റെ അഭിപ്രായം ഒന്ന്. എത്ര നല്ല വളരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്, ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളവരാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ളവർ. ഇതാണ് മറിയ. മാർത്തയെന്ന് പറഞ്ഞാൽ വെറുതെ സമയം പാഴാക്കുന്നവരാണ്. അപ്പോൾ തന്നെ മാർത്ത വേണം, മാർത്തയുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ലത് നമുക്ക് കഴിക്കാൻ കിട്ടും. എന്നാൽ യേശു സ്വർഗം വെടിഞ്ഞു വന്നത് ഈ ഭൂമിയിലെ സാമ്പാർ കഴിക്കാനാണോ? കരിമീൻ പൊള്ളിച്ചത്തത് അല്ലെങ്കിൽ പൊള്ളിച്ചത് കഴിക്കാനാണോ? അതിനേക്കാൾ ഉപരി യേശുവിൽ നിന്ന് നാം പ്രാപിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മറിയ പ്രാപിക്കുന്നവളായിരുന്നു. അതുകൊണ്ട് അവൾ പരിമള തൈലം പൊട്ടിച്ച് തലയിൽ ഒഴിച്ചു. തലമുടി കൊണ്ട് യേശുവിൻ്റെ കാല് തുവർത്തിയവളാണ്. ആരും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ അവൾ ചെയ്തു. യേശുവിൻ്റെ ശരീരത്തിൻ്റെ വില അവൾക്ക് മനസ്സിലായി.
യേശുവിൻ്റെ മൂല്യം മനസ്സിലാക്കിയവളാണ് അവൾ. അതുകൊണ്ടാണ് അവൾക്ക് ഏറ്റവും വിലയേറിയതെല്ലാം അവിടെ പൊട്ടിച്ചൊഴിച്ചത്. മാർത്ത ഉണ്ടാക്കുന്നത് മാർത്തയും കഴിക്കും, മറിയയും കഴിക്കും, ലാസറും കഴിക്കും, കൂടെ വന്ന ശിഷ്യന്മാരും കഴിക്കും. എന്നാൽ മറിയ പൊട്ടിച്ചൊഴിച്ചത് ശിഷ്യന്മാരുടെ തലയിലല്ല, ലാസറിൻ്റെയോ മാർത്തയുടെയോ തലയിലല്ല, യേശുവിന് വേണ്ടി മാത്രമാണ്. യേശുവിൻ്റെ കാലാണ് അവള് തലമുടി കൊണ്ട് തുടച്ചത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലായത്, യേശുവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ആ വീട്ടിനകത്ത് കർത്താവിന് എന്തോ അസാധാരണമായ കാര്യം അവിടെ ചെയ്യാനുണ്ട്. ബൈബിൾ ഇതുപോലെ നമ്മൾ ഇരുന്ന് ധ്യാനിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഓരോ വാക്കുകൾക്കും മൂല്യമുണ്ട്. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യ. അപ്പോൾ ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമളം തൈലം പൂശി അവൻ തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചു. ഒരു സ്ത്രീയുടെ ഏറ്റവും വിലയേറിയതാണ് തലമുടി. അതുകൊണ്ട് ഒരാളുടെ, ഒരു അതിഥിയുടെ കാല് തുടക്കണമെങ്കിൽ ആ അതിഥിയുടെ പ്രാധാന്യം എത്ര വലുതാണ്. അവൾ എന്തോരം കുനിഞ്ഞു കാണും, അവൾ എത്രത്തോളം ആരാധിച്ചു കാണും. അവിടെ ഒരു വലിയ പരിമള തൈലം പരന്നു. യൂദ പറഞ്ഞു, ഇത്രയും ചെലവ് എന്തിനാണ്? ഇതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? പാവങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടായിട്ടൊന്നുമല്ല. അവൻ കള്ളനായതുകൊണ്ട് അതിൽ നിന്ന് എപ്പോഴും ആ യേശുവിൻ്റെ ആ പണസഞ്ചിയിൽ നിന്ന്, അവൻ ക്യാഷ്യറായിരുന്നു, അതിൽ നിന്ന് മോട്ടിച്ചുകൊണ്ടിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇവനങ്ങനെ ഭാരമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഈ അധിക ചെലവ് എന്തിന്? യോഹന്നാൻ 12 പറയുന്നുണ്ട്, അധികം മോചിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. അധികം മോചിച്ച് കിട്ടിയവർക്ക് ഇതുപോലെ ചെലവിടാൻ കഴിയും. കർത്താവിന് വേണ്ടി കൂടുതൽ ചെലവിടാൻ കഴിയും. ആ വീട്ടിലാണ് ലാസർ ഉയർത്തിയെന്ന് ഓർക്കണം. അല്ലാതെ എല്ലാ വീട്ടിലും അല്ല ഉയർച്ചകൾ ഉണ്ടായത്. 4-ാം ദിവസവും യേശു വന്ന് ഉയർപ്പിച്ചതിന് ആ വീട് മുടക്കിയ വില വലുതാണ്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവാക്കി കർത്താവിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഒപ്പം ഇരുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ കർത്താവ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല. നിങ്ങളങ്ങനെയാകട്ടെ, നിങ്ങൾ കർത്താവിന് വേണ്ടി ഇതുപോലെയായി തീരട്ടെ, മറിയെ പോലെ ആകട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ പ്രഭാതത്തിൽ, ഈ തിങ്കളാഴ്ച ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ സന്ദേശം കൊണ്ട് വലിയ ഒരു പുതുക്കമുണ്ടാകണം. ഏറ്റവും കൂടുതൽ സമയം യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിൽ മുൻപരായിരിക്കാൻ ഓരോ വീട്ടിലെയും ഓരോരുത്തർക്കും കർത്താവ് കൃപ കൊടുക്കണം. 1-ാം സ്ഥാനം. കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നവരും, കൂടുതൽ സമയം ബൈബിൾ വായിക്കുന്നവരും, കൂടുതൽ യേശുവിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവരുമായി ഓരോ വ്യക്തികൾ ഇത് കേൾക്കുന്നവർ തീരട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ കൃപയും ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കൂടുതൽ സമയം യേശുവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ നാളെ നിന്റെ പേരിലായിരിക്കും നിന്റെ നാട് അറിയപ്പെടുന്നത്. നിന്റെ പേരിൽ നാട് അറിയപ്പെടും. നിന്റെ പേരിനോട് ചേർന്ന് അടുത്തത് നിന്റെ ദേശത്തിൻ്റെ പേര്. എത്രയോ ദേവദാസന്മാരുടെ പേരിനോട് ചേർന്ന് ആ പേര് വിളിക്കാറുണ്ട്, നാടിൻ്റെ പേര്. എന്നെ ഒരു സീസണിൽ വിളിച്ചിരുന്ന ജോഷി ആലപ്പുഴ എന്നാണ്. ആലപ്പുഴയിൽ എത്രയോ പേരുണ്ട്. എന്നാൽ സുവിശേഷ നിമിത്തം എനിക്ക് അങ്ങനെ ആലപ്പുഴ എന്ന് പേര്. എൻ്റെ പേരിൽ ആലപ്പുഴ അറിയപ്പെടട്ടെ. നല്ല കാര്യമല്ലേ? ഈ പട്ടണത്തിൽ അങ്ങനൊരു കാര്യം ദൈവം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇതുപോലെ ഓരോ വ്യക്തികളും നിങ്ങളുടെ ഗ്രാമം അറിയപ്പെടാത്തൊരു ഗ്രാമം നിങ്ങളുടെ പേരിൽ തന്നെ അറിയപ്പെടട്ടെ. അതുപോലെ യേശുവിനോട് ചേർന്ന് നിൽപ്പാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. നാളെയും നമുക്ക് ഒരുമിച്ച് കൂടാം. ഓരോ എപ്പിസോഡും നിങ്ങൾക്കുള്ള, എനിക്കുള്ള സന്ദേശമാണ്. കർത്താവിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അടുത്തിരിക്കാം, കർത്താവിനെ കൂടുതൽ അടുത്തറിയാം.
ആസ്വദിക്കാം. നാളെ ഈ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.